മൃദു ഹിന്ദുത്വം പാടില്ല എന്ന് KPCC എക്സിക്യൂട്ടീവിൽ ശക്തമായ നിലപാടുമായി മുൻ അധ്യക്ഷൻ VM സുധീരൻ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കരുത് എന്ന നിലപാട് ഹൈക്കമാൻഡിനെ KPCC അറിയിക്കണം. 2 വർഷമായി തന്നോട് നേതാക്കൾ കൂടിയാലോചന നടത്തുന്നില്ലെന്നും സുധീരൻ യോഗത്തെ അറിയിച്ചു. സലിം മാലിക്കാണ് വാർത്തയോട് നിർമ്മിച്ചിരുന്നത്. സലിം, അതിശക്തമായ വിമർശനം അയോധ്യ വിഷയത്തിലടക്കം കോൺഗ്രസ് നേതൃത്വം ഒരു പരാജയപ്പെട്ട നേതൃത്വമാണ് എന്നതടക്കം സുധീരൻ കടുത്ത ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു. ഹാഷ്മി, സുധീരൻ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദീപാദാസ് മുൻഷി KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മറുപടി. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ശേഷം മടങ്ങിപ്പോകാൻ ശ്രമിച്ച VM സുധീരനെ പിടിച്ചിരുത്തി AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി എണ്ണി മറുപടി പറയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രധാനപ്പെട്ട മറുപടി സാമ്പത്തിക നയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന് സുവ്യക്തമായ നിലപാടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ഹിന്ദുത്വ പാർട്ടിയല്ല, ഒരു മൃദു ഹിന്ദുത്വവുമില്ല. നിലപാടുകൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ ആ നിലപാട് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. മാത്രമല്ല, തീവ്ര ഹിന്ദുത്വമോ മൃദു ഹിന്ദുത്വമല്ല കോൺഗ്രസിന്റെ നിലപാട്, മതേതരത്വമാണ് എന്നുകൂടി പറയുന്നു. ആ നിലയിൽ വളരെ രൂക്ഷമായ, വളരെ ഷാർപ്പായ മറുപടികൾ ഈ ദീപാദാസ് മുൻഷി അവിടെ ഇപ്പോൾ VM സുധീരൻ നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ VM സുധീരന്റെ ഈ ആരോപണത്തിന് ശശി തരൂരും മറുപടി പറഞ്ഞിരുന്നു. നിരവധി ഹിന്ദുക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, ഒരു തീവ്ര ഹിന്ദുത്വവും ഒരു തീവ്രവാദവും കോൺഗ്രസിനില്ല. അതേസമയം ഓരോ ഹിന്ദു പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലപാടുകളായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ശശി തരൂർ പറയുന്നു. അതേസമയം സംസ്ഥാന നേതൃത്വത്തിനും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു VM സുധീരൻ വിമർശനം ഉന്നയിച്ചത്. ഒരു നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഒരു പരാജയപ്പെട്ട നേതൃത്വമാണ്. ഒരു കൂടിയാലോചനയും ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല. നേതാക്കൾ തന്നോട് ഒരു കാര്യവും പറയുന്നില്ല. 2 വർഷത്തിലധികമായി തന്നോട് ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഒരു കാര്യങ്ങളും പാർട്ടി പരിപാടികൾ പോലും അറിയിക്കുന്നില്ല എന്നൊരു ആക്ഷേപം VM സുധീരൻ ഉന്നയിക്കുന്നു. മാത്രമല്ല, മുൻപ് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസിൽ ഇപ്പോൾ 5 ഗ്രൂപ്പായി എന്നുള്ളത് മാത്രമാണ് പുതിയ നേതൃത്വത്തിന്റെ നേട്ടം എന്നുകൂടിയുള്ള ഒരു കുറിക്കുകൊള്ളുന്ന ഒരു വിമർശനം VM സുധീരന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ദേശീയ നേതൃത്വത്തിനെതിരെയായാലും അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് കൃത്യമായ നിലപാടെടുക്കണം. അത് കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻഡിനെ കേരളം KPCC ഔദ്യോഗികമായി തന്നെ അറിയിക്കണം എന്നുള്ളൊരു വിമർശനമായിരുന്നു ഉന്നയിച്ചത്. ആ നിലയിൽ ആരോപണങ്ങളും അതിന്റെ പ്രത്യാരോപണങ്ങളും ഒക്കെ തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. സുധാകരൻ ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയും എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ എക്സിക്യൂട്ടീവ് യോഗം പുരോഗമിക്കുകയാണ്. ഹാഷ്മി, ഓക്കെ. സലീം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. VM സുധീരൻ ശക്തമായ ഭാഷയിൽ മറുപടി പറയുന്നത് മാത്രമല്ല, VM സുധീരനെ പിടിച്ചിരുത്തിയ മറുപടിയുമായി ദീപാദാസ് മുൻഷി എന്നിപ്പോൾ വാർത്ത വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് മടങ്ങാൻ ശ്രമിച്ച സുധീരനെ പിടിച്ചിരുത്തി സുധീരനുള്ള മറുപടി ദീപാദാസ് മുൻഷി കൊടുക്കുന്നു. മതേതരത്വമാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് സുധീരനോട് പറയുന്നു. അപ്പോൾ സുധീരൻ പറയുകയാണ്, അയോധ്യ വിഷയത്തിൽ അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ള നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ VM സുധീരൻ ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയായിരുന്നു.